ചമ്മി ഹീറോ ആടാ. ആരായാലും നാട്ടുകാരായാലും കുടുംബക്കാരായാലും അത് എന്റെ ഭാഗം വരുമ്പോ ഇവിടെ കട്ട് ചെയ്തിടുന്നതാണ്. നമ്മള് ഇബണ് വെച്ചാനെ അത് ഇവ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടില്ല. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ ദിവസമായി കുറച്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ. എന്താണ് കുറേ തിരക്കിലായിപ്പോയി. ഞാൻ ലൈവിലൊക്കെ വരാറുണ്ട് കേട്ടോ. ഇവന് ഭയങ്കര ജാട. ആകുമ്പോൾ സിനിമയും കണ്ട് ഇരിക്കും. കുറച്ച് തിരക്കിലേക്ക് വെബ് സീരീസ് കണ്ടു തീർക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. വേറൊന്നുമല്ല. എന്താ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചോദിക്കണമെന്നുണ്ട്. കുറേ കമന്റ് ബോക്സിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഒന്ന് റിപ്ലൈ കൊടുക്കാം എന്ന് വിചാരിച്ച് പോകുന്നതാണ്. അതെ, നമ്മളിന്ന് Q&A ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും നമുക്ക് Q&Aയിലേക്ക് പോയാലോ? അതെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ തുടങ്ങിയ ആ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് ചോദിക്കില്ല. ഇനി അത് ചോദിക്കണ്ട. ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിന് ഉത്തരമില്ല. ഏജ് ഡിഫറൻസ് ഞങ്ങളുടെ ഏജ് ഡിഫറൻസ് ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഏജ് ഡിഫറൻസ് ഇതിനു മുമ്പ് കുറേ തവണ പറഞ്ഞിട്ടുള്ളതാണ്. സെയിം ഏജ് ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 25. ഇവന് 25, എനിക്ക് 25. നെക്സ്റ്റ് അടുത്ത ചോദ്യം, ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ്? ലവ് മാരേജ് ആണ് ഗൈസ്. അത് നമ്മൾ ലവ് സ്റ്റോറി വരെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വീഡിയോയും കാണാണ്ട് വന്നിട്ട് നമ്മളെ പറ്റിയിട്ട് ഒന്നും അറിയാണ്ട് വന്നിട്ടാണ് ചോദിക്കുന്നത്. പോട്ടെ, ആദ്യമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഉത്തരം പറയാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പൊസസീവ് ആരാണ് ഇതിൽ പൊസസീവ്? അങ്ങനെ വെച്ച് ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ പൊസസീവ് ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കൂല. ഞങ്ങൾ ഇപ്പം ഇവിടെ ഉണ്ടാവൂല. എനിക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൊസസീവ് ഇങ്ങനെയാണോ അങ്ങനെയൊന്നും ഇല്ല. രണ്ടുപേരും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ ഓവർ ഫുഡ് കഴിക്കുന്നത് ആരായിരിക്കും? ഞാൻ തന്നെ. നല്ല ഫുഡ് കഴിക്കും. ഞാൻ കല്യാണത്തിന് മുന്നേ ഞാൻ എങ്ങനെ ഇടുന്നത് വെക്കറിയാം. എന്റെ പ്രൊഫൈലും ഒക്കെ മനസ്സിലാവും. കല്യാണത്തിന് വിചാരം ഇടുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ 4 മാസമായിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമേ ഉള്ളൂ. ഞാൻ കഴിക്കുന്ന മാത്രമേ ഉള്ളൂ. 24 മണിക്കൂർ ചോറ്. ഇപ്പൊ ചോറ് കഴിക്കുന്നില്ല. ഇപ്പൊ ഡയറ്റില്ല കേട്ടോ. ഇപ്പൊ ജിമ്മിന് വേണമെങ്കിൽ തുടങ്ങിയ. ഇപ്പൊ ഡയറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫൈറ്റ് ഉണ്ടായാൽ ഫസ്റ്റ് മിണ്ടുന്നത് ആരാണ് ഫൈറ്റ് ഉണ്ടാക്കുന്നത്? ആരാണ് ഫൈറ്റ് ഉണ്ടാക്കുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാണ് ഫൈറ്റ് ഉണ്ടാക്കിയാൽ ആദ്യം മിണ്ടുന്നത് ആരാണ്. ഫൈറ്റ് ഉണ്ടാക്കുന്നത് സത്യം പറയുമല്ലോ, ഫൈറ്റ് ഉണ്ടാക്കുന്നത് ഇവനാ. കാരണം ഇവന്റെ ഒരു ഹോബിയാണ്. ഞാനിപ്പോ ഇങ്ങനെ ചോദിക്കേ, നീ എന്തിനാ എന്നോട് വഴക്കുണ്ടാക്കി? അതൊരു സുഖം, ഒരു മനസ്സ്, ഒരു സുഖമല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആരാ വന്ന് മിണ്ടുന്നത്? അവൻ തന്നെ മിണ്ടും. എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടും. അതേ സമയം ഇവനാണ് അല്ല. ഞങ്ങൾ പിണങ്ങി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ പരസ്പരം മുഖത്ത് നോക്കൂല. കാരണം മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിരി വരും. 5 സെക്കൻഡ് 10 സെക്കൻഡ് ഞങ്ങൾ പിണങ്ങി നിന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം എന്നല്ല, 1 മണിക്കൂർ പോലും ഞങ്ങൾ പിണങ്ങി നിന്നിട്ടില്ല. ഞങ്ങളിങ്ങനെ പിണക്കം വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഞാൻ അവൻ്റെ മുഖത്തോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്പരം നോക്കി കഴിഞ്ഞാൽ തീർന്നു, പിണക്കം തീർന്നു അവിടെ. കാരണം എനിക്ക് ചിരി വരും, അവനും ചിരി വരും. കാരണം എൻ്റെ ദേഷ്യമുള്ള മുഖം കാണുമ്പോൾ അവനും ചിരി വരും, അവൻ ദേഷ്യപ്പെട്ട് കാണുമ്പോൾ എനിക്കും ചിരി വരും. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഞാൻ പിണങ്ങി കഴിഞ്ഞാൽ ഞാൻ പോയി മിണ്ടും, അവൻ പിണങ്ങിയാലും ഞാൻ പിണങ്ങിയാലും അവനോടൊന്ന് മിണ്ടും. കാരണം ഞാൻ ഭയങ്കര ജാടയിടും. ഞാൻ ഒടുക്കത്തെ ജാടയിടും. അതാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ ഫാമിലിനെ പറ്റിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാമിലിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഉമ്മ, വാപ്പ, ബ്രദർ
ഇവൻ്റെ ഫാമിലിയിൽ ഇവന് ഉമ്മ വാപ്പ ബ്രദർ, രണ്ട് ബ്രദേഴ്സും പിന്നെ ഒരു സിസ്റ്ററും ഉണ്ട് ആണ്. പിന്നെ എല്ലാ വീഡിയോയിലും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അങ്ങനെ വീട്ടുകാർക്ക് അങ്ങനെ വീട്ടിൽ ഉമ്മാക്കും വാപ്പാക്കും ഒന്നും അധികം ക്യാമറയിൽ ഫേസ് ചെയ്യാൻ ഞങ്ങളെപ്പോലെ അട്രാക്റ്റീവ് ഒന്നുമല്ല. പിന്നെ അവർക്ക് താല്പര്യമില്ല. അവർക്ക് അങ്ങനെ ക്യാമറ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നാട്ടുകാരെന്ത് പറയും അങ്ങനത്തെ ഒരു ഇതുള്ള അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം ഇതാക്കാൻ നിൽക്കാറ്. ഒരു തവണ എങ്ങാണ്ട് എൻ്റെ ഉമ്മ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയനും ബ്രദറും വരാറൊന്നുമില്ല. അങ്ങനെയാണ് സംഭവം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്? ഞങ്ങൾക്ക് രണ്ടുപേരെയും പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവനാണെന്ന് കേൾക്കണമായിരിക്കും, അതായിരിക്കും നിങ്ങളുടെയൊക്കെ ഇത്. പക്ഷെ അതല്ല. കാരണം എൻ്റെ ആഗ്രഹം എന്താണോ, ഞാൻ ഒരു ആക്ട്രസ് ആവാനാണ് എൻ്റെ ആഗ്രഹം. അതിന് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ, അത് ആ ഒരു ഡ്രീം എൻ്റെ കൂടെ എനിക്ക് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ബാക്ക് സപ്പോർട്ട് വേണമല്ലോ. നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും ഒരാൾ വേണം. അപ്പം അത് നമ്മുടെ ലൈഫ് പാർട്ണർ തന്നെ ആകുമ്പം നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര അങ്ങനെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇവനാണെന്ന് പറഞ്ഞാൽ ഇവൻ ഇവിടെ നിൽക്കൂല. കാരണം മുകളിൽ ഫാനാണ്, അതൊക്കെ തട്ടി താഴെ ഇട്ടിട്ട് അവന് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ഡ്രീമും ഞാനിപ്പോൾ എനിക്കിങ്ങനെ ഒന്നും നേടാനില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിക്കഴിഞ്ഞു. അതിന് സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡ്, അത്രയേ ഉള്ളൂ. ഇനി നീണ്ടുന്നതാ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഗിഫ്റ്റൊക്കെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ആ കിട്ടിയ മുതലാതാ അത് അങ്ങനെ എന്നെ ഇതാക്കി പറയണ്ട, ഉള്ളത് അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിട്ട് പറയുന്നത്. എന്തുകൊണ്ട് കഴിവുള്ള കുട്ടി എന്റെ ലൈഫിൽ കുട്ടിക്ക് നല്ല അച്ചടക്കമുണ്ട്, അതുകൊണ്ടാണ് മെയിൻ കാരണം. നമ്മളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് അപ്പുറത്ത് ഇപ്പുറത്ത് ഉണ്ടാകുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ? കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഡ്രീം തന്നെയാണ്. ഞങ്ങളുടെ ലൈഫിലുള്ള ഒരു ആഗ്രഹം എന്താണ്, ആ ആഗ്രഹത്തിൽ ആ ഒരു ഡ്രീമും കൂടെ ഞങ്ങൾ ജീവിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഞങ്ങൾ കല്യാണം കഴിച്ചോ, അതാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം അങ്ങനെ ഒരു ലൈഫ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നിന്റെ ക്വാളിഫിക്കേഷനും നിന്റെ എഡ്യൂക്കേഷനും പറഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു, പിന്നെ ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചു. എൻ്റെത് ഞാൻ MLT പഠിച്ചു, BSc MLT. ആദ്യം DMLT പഠിച്ചു, അത് കഴിഞ്ഞിട്ട് BSc MLT പഠിച്ചു. പിന്നെ ഞാൻ ഏവിയേഷൻ പഠിച്ചു. MLT എല്ലാം പഠിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ, ഞാൻ ഹോസ്റ്റലിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നേ. വർക്ക് ചെയ്തിട്ട് ഞാൻ 2 കൊല്ലം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഡ്രീമിൽ എന്തൊക്കെയാണോ എനിക്ക് ആഗ്രഹമുള്ളതെല്ലാം എനിക്ക് ചെയ്യണം. എനിക്ക് MLT എടുക്കണമെന്നുള്ളത് എൻ്റെ ഉമ്മയുടെ മാപ്പയുടെ ആഗ്രഹമാണ്. ഞാൻ അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എനിക്ക് കൊച്ചിലേ മുതലുള്ള ആഗ്രഹമാണ് ഏവിയേഷൻ പഠിക്കണമെന്നുള്ളത്. ഏവിയേഷൻ അല്ല, എനിക്ക് എയർ ഹോസ്റ്റസ് ആണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് പഠിച്ചു. ചെന്നൈയിൽ ജോലി കിട്ടി. പക്ഷേ അപ്പോഴത്തേക്ക് എനിക്ക് മൂവിയിലും കാര്യങ്ങളൊക്കെ എനിക്ക് സെലക്റ്റായി. അതുകൊണ്ട് ഞാൻ അതും ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഞാനിപ്പോൾ മൂവി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ ഇതിൽ വേറെ വർക്കുകളൊന്നും എനിക്ക് ജോലിക്ക് വന്ന ഇഷ്ടമല്ല. സോറി, എനിക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ വീട്ടിലിരിക്കണം. അതാണോ? അത്രേ ഉള്ളൂ. പിന്നെന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് കൂടുതൽ പഠിപ്പിസ്റ്റ്?
ഇവനാട്ടോ Correct ആയിട്ട് പറയാം. ഒന്നും അറിയത്തില്ല. ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതൊന്നും അല്ല, പക്ഷെ എങ്കിലും എൻ്റെ അറിവിൽ ഇവന് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എല്ലാം ഭയങ്കര ബുജിയാ. എന്ത് കണക്ക് കൂട്ടാനാണെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഇയാൾ പെട്ടെന്ന് തന്നെ കണക്ക് കൂട്ടി അപ്പം കയ്യിൽ വരും. എല്ലാ കാര്യങ്ങളിലും നല്ല ബുജിയാണ്. പൊങ്ങണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ ആരെങ്കിലും വേണ്ട ഒന്ന് അത് ഞാനാണ് ഇപ്പൊ അതിനുള്ള ബുദ്ധി കൊടുത്തിട്ടല്ല പഠിച്ചതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രീം പ്ലേസ്. കണ്ടേ ഡ്രീം പ്ലേസ് ആണല്ലേ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. മറ്റേ സാധനല്ലേ നമുക്ക് ഈ പാരീസ്. അതല്ല റേഞ്ച് കിട്ടാണ്ടിരിക്കുമ്പോ ഒരു ടവർ വന്ന സാധനം. പാരീസിൽ എന്ത് എന്റെ സാധനത്തിന്റെ പേര് അതാണ് സംഭവം. പാരീസിലെ ഐഫിൾ ടവറിൽ അവിടെ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നിക്കണം മാത്രം പോരാ, കാണണം. അതാണ് ഞങ്ങൾ രണ്ടുപേരും ഡ്രീം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ടതിന് ശേഷമുള്ള ഡ്രീം അല്ല കേട്ടോ, ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഉള്ള ഡ്രീമാണ്. ഞങ്ങൾ ഒരുമിച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് പരസ്പരം ഡ്രീം പറഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം അവൻ്റെ ആഗ്രഹം സെയിമായിരുന്നു. അവിടെ ഇങ്ങനെ ഒരുമിച്ചാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ബേബി പ്ലാനിങ്. പറഞ്ഞോളൂ. ബേബി പ്ലാനിങ് ഇപ്പൊ ഇല്ല, കാരണം നമ്മളിപ്പോ ഒന്ന് സെറ്റിൽ ആവാനുണ്ട്. ഞങ്ങള് റൂട്ട് ശരിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കല്ലോ, ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് നേരെ ഇവിടെ വന്നത് ഷൂട്ടിനാണ്. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്നത് ഷൂട്ടിനാണ്. തൃശ്ശൂർ ഷൂട്ട് ഉണ്ടായിരുന്ന തൃശ്ശൂർ. അതെന്നാ വന്നത്? ഒക്ടോബറിൽ വന്നത്. ഒക്ടോബറിൽ ഞങ്ങൾ ഷൂട്ടിനാന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നത്. വന്നിട്ട് നമ്മള് ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചായി. ഷൂട്ട് കഴിഞ്ഞില്ല, സെക്കൻഡ് ഷെഡ്യൂൾ. ഫസ്റ്റ് ഷെഡ്യൂൾ ഇങ്ങനെയാണ്. സെക്കൻഡ് ഷെഡ്യൂൾ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തെടുത്ത എൻ്റെ വീട്ടിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എറണാകുളത്ത് ഷൂട്ട് വന്നപ്പോഴത്തേക്ക് എറണാകുളത്തോട്ട് വന്നു. ഇപ്പം തന്നെ ഇവിടെ തന്നെ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റേ റൂമൊക്കെ എടുത്തിട്ട് ഇവിടെ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ കാരണം ഇവിടെയാണ് എപ്പോഴും ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു നിലത്തുറയ്ക്കാത്തൊരു അവസ്ഥയിലാണ്. കാരണം ഇന്നിപ്പോ ചിലപ്പോൾ നാളെ ചെന്നൈയിലായിരിക്കും. അത് ഞങ്ങൾ പോവുകയാണെങ്കിൽ എല്ലാം ഒരുമിച്ച് പോവുള്ളൂ കേട്ടോ. എവിടെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാനോ ഞങ്ങൾക്ക് മടിയാണ്. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് എവിടെ പോയി ഇപ്പം വേണം, അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര മടിയാണ്. അതാണ്. അപ്പോൾ ഞങ്ങൾ അതാണ് സംഭവം. ബേബി പ്ലാനിങ്ങിനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അത് ഞങ്ങൾ നന്നായിട്ടൊന്ന് വളരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് സംഭവം. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെർസെയ്ത് കോളേജ് അടുത്താണോ വീട്? ആര് ചോദിച്ചു? അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഷാൾ ഇടാത്തത്? തലയിൽ മുസ്ലിം അല്ലേ? എൻ്റെ പൊന്നോ, ഞാൻ കേട്ട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പം മുതൽ ഇന്ന് വരെ ഞാൻ കേൾക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ. ഡെയിലി ഓരോ കമൻറ്റ് വരും. എന്തുകൊണ്ടാണ് തലയിൽ തട്ടവിടാത്തത്? എന്തുകൊണ്ടാണ് തലയിൽ തട്ടവിടാത്തത്? നീ പറ. ഓരോരുത്തരുടെ ഇഷ്ടമൊന്നുമല്ല, ഇവൻ്റെ ഇഷ്ടമാണ്. ആരൊക്കെ ചോദിക്കേണ്ടത്? നമ്മളെ ഇഷ്ടത്തിനല്ലേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് മറ്റുള്ളവരുടെ നോക്കിയിട്ട് നിന്നിട്ടൊരു കാര്യമില്ല. ഇപ്പൊ ആര് ചോദിച്ചാലും ശരി, ചോദിക്കേണ്ട ആൾക്ക് ചോദിക്കാം. പക്ഷെ എന്താ അത് ഇടണോ ഇടുന്ന തീരുമാനിക്കണം നമ്മളല്ലേ. അത്ര. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന്. അടുത്തതും ബേബി പ്ലാനിങ് ഉണ്ടോന്ന് തന്നെയാണ്. അത് പിന്നെ അടുത്ത് കഴിഞ്ഞുള്ള നിങ്ങൾക്ക് ഏജ് എത്രയാണ് അതും നമ്മൾ പറഞ്ഞു. നമ്മൾ കുറേ പറഞ്ഞ കേട്ടോ. ന്യൂ ഹോം ടൂർ ചെയ്യുമോ? ഇൻഷാല്ലാ ചെയ്യാം. അതിന് മാത്രമൊന്നുമില്ല, നിങ്ങളെ റൂമും പിന്നെ ഒരു കിച്ചണും പിന്നെ ചെറിയൊരു റൂമേ ഉള്ളൂ, പിന്നെ ഒരു ഹാളേ ഉള്ളൂ, ചെറുതായിട്ടുള്ളൊരു സെറ്റപ്പ് അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാളുടെയും വീട്ടിൽ ആരൊക്കെ ഉണ്ട് അത് നമ്മൾ പറഞ്ഞു. ഇക്കയുടെ ജോബ് എന്താ? ഇക്ക ഇന്റീരിയർ ഡിസൈനറാണ്. പിന്നെ ഹസ്ബൻഡ് ജോബ്. അതെ, എല്ലാവർക്കും ഇക്കയുടെ ജോബാണ് അറിയുന്നത്. ഡെയിലി ഇക്കയുടെ ജോബും ചോദിച്ച് എല്ലാവരും വരുന്നുണ്ട്. വീട്ടിൽ നിന്ന് മാറി ഇപ്പോൾ ഫ്ലാറ്റിലാണ് താമസം. വാട്ട് ഹാപ്പൻ? അത് വീട്ടിൽ നിന്ന് മാറി ഇപ്പോൾ ഫ്ലാറ്റിലാണ് താമസം. വാട്ട് ഹാപ്പൻ? ഒരു പ്രശ്നവുമില്ല. ഇതാർക്കാണ് പ്രശ്നം? ഞാൻ എന്താണ് കല്യാണത്തിന് മുമ്പാല് ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. കൊച്ചിയിലാണ്. പിന്നെ ഞങ്ങള് വർക്കിന്റെ ആവശ്യം വന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇപ്പൊ നിൽക്കുന്നു.
ഇവന്റെ ഫ്ലാറ്റ് തന്നെ ഇവിടെ തന്നെ ആണ്. കാരണം ഇവന് 7-8 വർഷമായിട്ട് കൊച്ചിയിൽ തന്നെയാണ് താമസം. ഇവന്റെ വീട് ആക്ച്വലി കണ്ണൂരാണ്. പക്ഷെ ഇവൻ താമസം കൊച്ചി തന്നെയാണ്. ഇവൻ കുറെ നാളായിട്ട് 7-8 വർഷം കൊണ്ട് കൊച്ചി തന്നെ ആയതുകൊണ്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളും ഇവിടെ ആയതുകൊണ്ട് നമ്മളെ വീട്ടില് കല്യാണം കഴിഞ്ഞ് 2 മാസം വീട്ടിൽ നിന്നിട്ടുള്ള ആകെ. അല്ലാണ്ട് വീട്ടില് പ്രശ്നം ഉണ്ടായിട്ടൊന്നല്ല ഞങ്ങള് മാറിയിരിക്കുന്നത്. അങ്ങനെ പ്രശ്നം ഉണ്ടാവണോ? കൊറേ ആൾക്കാർ ആഗ്രഹമില്ല, അതാണ് നിങ്ങൾ തമ്മിൽ എല്ലാരും എന്തായാലും പ്രശ്നം ഉണ്ടാവണം. കുറെ പേര് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീട്ടുകാരും ഒരു പ്രശ്നമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി എൻ്റെ ഇതില് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി എനിക്ക് അങ്ങനെ കിട്ടി. അതെങ്ങനെയോ കിട്ടി. ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. അപ്പം പൊതുവെ മുസ്ലിംസിന് അങ്ങനെ നമ്മള് ഫാമിലി ആയിട്ട് ഒരു പ്രശ്നവും നിങ്ങളായിട്ട് ആരും ഉണ്ടാക്കാനും വരണം. അതാരായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് പോകുന്ന ഒരു ഫാമിലിയാണ്. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിലും നമ്മുടെ വേറെ ആരുമായിട്ടാണെങ്കിലും നമ്മൾ ഒരു പ്രശ്നമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ, ഞങ്ങൾ ഉണ്ടാക്കില്ല. അത് അല്ല, എനിക്ക് എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങളൊക്കെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾ മാറി താമസിക്കുള്ളൂ. ഞങ്ങൾ മാറി താമസിക്കുന്നല്ല, ഞങ്ങൾ പണ്ടേ ഇവിടെ തന്നെ നിൽക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെസ്റ്റ് ഫേസ് വാഷ് ഏതാണ്? അല്ലാ, അതിന്റെ ഒരു വീഡിയോ ഉണ്ട്, അതെല്ലാരും പോയിട്ട് കാണണം. ഒരു ഫേസ് വാഷ് തപ്പിയിട്ട് നമ്മള് കണ്ണൂര് മൊത്തം കറങ്ങിയത് ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? സെറ്റാപ്പിൽ. അതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. ഞാൻ ഉപയോഗിക്കണമെന്നില്ല. ഇനി മുതൽ ഞാൻ നിനക്ക് തരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ തരത്തില്ല. കാരണം ഇവനെ യൂസ് ചെയ്യുന്നോണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സെറ്റാപ്പിലാണ്. എനിക്ക് തോന്നുന്നത് എന്താണ് എല്ലാ സ്കിന്നിനും പറ്റുന്ന ഒരു ഫേസ് വാഷാണ് സെറ്റാപ്പില്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാമിലി വ്ളോഗ് ചെയ്യാമോ? ഫാമിലി വ്ളോഗ് നമ്മൾ രണ്ടുപേരും കൂടെ നമ്മൾ ചെയ്യാം. പക്ഷേ വീട്ടുകാരുമായിട്ടുള്ളത് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് താല്പര്യമില്ല. കാരണം അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്തോ, ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ക്യാമറ ഒന്നും അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ചെയ്യാം എന്നുള്ളതല്ലാണ്ട് ഫാമിലി വ്ളോഗ് എല്ലാവരും കൂടി കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയിട്ട് അവർ കാണാണ്ട് വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് ഇതുപോലെ തന്നെ ഒരു മാറ്റം വെറുതെ നടന്നില്ല. ഞങ്ങളിങ്ങനെ എപ്പോഴും പറയും നമ്മുടെ കല്യാണം കഴിഞ്ഞോ. ചില സമയത്ത് ഞങ്ങൾ ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം നമ്മളെപ്പോഴും ഒരുമിച്ചായിരുന്നല്ലോ. നമ്മൾ കല്യാണത്തിന് മുമ്പാണെങ്കിലും നമ്മളെപ്പോഴും പുറത്ത് നമ്മൾ ഷൂട്ടിന് എപ്പോഴും ഒരുമിച്ചായിരുന്നു. അപ്പം ഇങ്ങനെ ഞങ്ങൾ പറയും അവിടെ കല്യാണം കഴിഞ്ഞോ, കല്യാണം കഴിഞ്ഞോ ഡൗട്ടാണ്. അപ്പോഴെപ്പോഴും നമുക്ക് കല്യാണം കഴിഞ്ഞെന്നുള്ളൊരു ബോധം ഉണ്ടായിട്ടില്ല. ഞങ്ങള് ബോധമില്ല കല്യാണം കഴിഞ്ഞെന്നുള്ള. കല്യാണം കഴിഞ്ഞ ബോധം വരാണ്ടിരിക്കുകയാണ്. ബോധം വന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അല്ലേ. ഇങ്ങനെ തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കിൻ കെയർ വീഡിയോ ചെയ്യാമോ? ഇൻഷാല്ലാ അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നെ ഒന്ന് മാറ്റിയത് ഇവിടെയൊക്കെ പാടാക്കിയൊരു വീഡിയോ ഉണ്ട്. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, ഒരുപാട് ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പൊ പോകുന്നേ ഉള്ളൂ. സ്കിൻ കെയർ വീഡിയോ ചെയ്യാം. ഇവിടെ പരീക്ഷണോത്സവമൊന്നുമല്ല ഞാൻ. നെക്സ്റ്റ് ചോദ്യം, ഷെഫീക്കയുടെ ജോബ് എന്താണ്? ഷെഫീക്കയുടെ ജോബ് പറഞ്ഞതാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ആർക്കാണ് ആദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത്? ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാന്ന് പറഞ്ഞാല് അത് ഞാൻ പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ ഇവനെ ഫസ്റ്റ് കണ്ടത് ഞാനാണ്. പക്ഷെ അത് ഇഷ്ടം കൊണ്ടല്ല വായി നോക്കത്തില്ലേ നമ്മൾ ഇത് തന്നെയാണ് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞത്. നമ്മൾ ചുമ്മാ ജസ്റ്റ് വായി നോക്കത്തില്ലേ ആവുമ്പോഴാണ്. അതുപോലെ ഞാൻ ഇവനെ നോക്കി, അല്ലാണ്ട് ഇവൻ കണ്ടിട്ടില്ല നോക്കിയത്. പക്ഷേ നിങ്ങൾ എന്റെ ലവ് സ്റ്റോറി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ ലവ് സ്റ്റോറി. സ്വന്തമായിട്ട് ലവ് സ്റ്റോറി ഒക്കെ ഉണ്ട് അതിലുണ്ട് സംഭവം.
കാരണം അതില് ഇവനെ കഥകളൊന്നും അറിയത്തില്ല. ഞാൻ വെറ്റ് വെച്ചിട്ടാണ് ഇവനെ നോക്കുന്നതെന്ന് എടുക്കുന്നതെന്ന് ഒന്നും ഇവൻ അറിയത്തില്ല. പക്ഷേ ഇവൻ വന്ന് ഇരുന്നപ്പോ ഇവൻ എന്നെ നോക്കി. ഇവൻ എന്നോട് വന്നിട്ട് അത് കഴിയാണ്ട് എന്താ പറഞ്ഞറിയാമോ, ആദ്യം ഒരു പെങ്കൊച്ചി ഇങ്ങനെ റെഡ് ഡ്രസ്സ് വന്നിട്ട് വന്നപ്പോഴേ ഞാൻ നോക്കി. ഞാൻ നിന്നെ നോട്ടം ഇട്ടതാ, അവിടെ പോയി ഇരിക്കുന്നതിന് മുന്നേ നോട്ടം ഇട്ട. ഇവൻ സമ്മതിക്കത്തില്ല, ഇവൻ സമ്മതിച്ചു തരില്ല. ഞാൻ അവിടെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഇരുന്നപ്പം ഒരാളെ മോന്തലെന്ന് നോക്കി എങ്ങനെ ഫുഡ് കഴിക്കാനോ, എങ്ങനെ ഫുഡ് കഴിക്കും, ഇതെങ്ങനെയാണ് ഒരു എന്താ പറയാ നേരെ തന്നെ മുമ്പിൽ വന്ന് ഇരുന്ന് ഞാൻ കഴിക്കാൻ നോക്കുമ്പോ ഇങ്ങനെ തന്നെ വായിൽ വെള്ളം മറന്നു. ഞാൻ ചിക്കൻ തിന്നുമ്പോ ഇവിടെ എന്റെ വായ നോക്കും, കഴിക്കാൻ പറ്റുന്നില്ല. ആർക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട ആദ്യം ഇഷ്ടപ്പെട്ടത് ഇവനാണ്. അത് ഇവ തന്നെയാണ്. അത് ഞാൻ വേണമെങ്കിൽ ഓടി അടുത്ത വീഡിയോ ഞാൻ ഇട്ടില്ല. ഇവൻ എന്നെ പ്രപ്പോസ് ചെയ്തോ, ഇവൻ എന്നെ ഇഷ്ടം പറഞ്ഞത് സമ്മതിച്ചിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോറി, ഹൈറ്റ് പറയുകയാണെങ്കിൽ 10 സെന്റിമീറ്ററും ഞാൻ 174 സെന്റിമീറ്ററുമാണ്. ഞാൻ അത്ര വലിയ ഹൈറ്റ് ഒന്നും ഇല്ല ഗൈസ്. ഞാൻ 5.3 ആണ്. ഇവൻ എത്ര 5 അല്ല 6 എത്ര അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ 174 ഉണ്ട്. 174. എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ല, എനിക്ക് 5'3" പറയാൻ അറിയത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര ഇയേഴ്സ് റിലേഷൻ ആയിരുന്നു നിങ്ങളുടെ? ഞങ്ങൾ പ്രേമിച്ചടക്കമുള്ള സമയമാരും തന്നില്ല. ഞങ്ങൾ പിടിച്ച് കെട്ടിച്ചു എല്ലാവരും. ഞങ്ങൾ വീട്ടിൽ പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ വീട്ടിൽ പിടിച്ച് കെട്ടിച്ചു. ഇവിടെ നിർബന്ധിച്ചു എന്നെ കിട്ടാന്ന് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ തേച്ചിട്ട് പോകുന്ന വിചാരിച്ചിട്ട് ഞാനാ പറഞ്ഞത്. എനിക്ക് ഭയങ്കര പേടിയാണ് ഇവന് തേച്ചിട്ട് പോകുന്നത്. കാരണം ഇവന് കുറച്ച് ഗ്ലാമർ ഉള്ളതുകൊണ്ട് പെമ്പിള്ളേരെല്ലാം ഇവന്റെ പുറകിൽ നടക്കും. അപ്പൊ ഇവന്റെ അഹങ്കാരത്തിന് കാണാൻ ഇവനെങ്ങാനും ഒരു മനസ്സ് മാറിയാലും വെച്ച് ഞാൻ പറഞ്ഞു എന്നെ പെട്ടെന്ന് കെട്ടണമെന്ന് പറഞ്ഞു. പിന്നെ അവസാനം ആരാ നിർബന്ധിച്ചത്? ആരാ? ഓക്കേ, അടുത്ത ക്വസ്റ്റ്യന് രണ്ടുപേർക്കും മിക്സ് ഉണ്ടോ? ഉണ്ടായിരുന്നല്ലോ എനിക്ക്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എക്സ് ഉണ്ടായിരുന്നു. ഇല്ല ഒന്നും പറയുന്നില്ല. ഇവനും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. പ്രശ്നം തീർന്നേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ലവ് മാരേജ് ആണോ? അല്ല. കേൾക്കാം. രണ്ടുപേർക്കും നിങ്ങൾ വിചാരിച്ച ജീവിതം തന്നെ ജീവിക്കാൻ കഴിഞ്ഞു? അതൊക്കെ മേലെന്ന് പറയാം. ഞങ്ങള് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഇതൊന്നും ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇത്രയൊന്നും ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്താ ഇങ്ങനെ ഒരു ലൈഫിൽ ഇങ്ങനെയൊക്കെ ലൈഫ് എല്ലാവരും കിട്ടുമോ? എല്ലാവരും കിട്ടാൻ എല്ലാവരും എന്നെ പോലെ അല്ലല്ലോ. എല്ലാവർക്കും അങ്ങനെ കിട്ടാൻ എല്ലാവർക്കും അങ്ങനെ കിട്ടുമോ? എനിക്കങ്ങനെ ഒരിക്കലും കിട്ടൂല. വെച്ചാൽ അങ്ങനെ ഒരുപാടങ്ങ് ആഗ്രഹിക്കേണ്ട അങ്ങനെ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഈ കല്യാണത്തിന് മുമ്പ് എല്ലാവരുടെയും സ്വഭാവം പോലെ അല്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് കാണിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് കുറേ ആൾക്കാർ കാണിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് മുമ്പായാലും കല്യാണം കഴിഞ്ഞിട്ടായാലും എല്ലാം സെയിം ഒരേ പാറ്റേണിലാണ്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കാരണം ഇനി ഒന്ന് ഞങ്ങളെ ഏജ് സെയിം ആയതുകൊണ്ടായിരിക്കാം. ഒരേ ഒരു ജനറേഷൻ ആണല്ലോ. ആ ഒരു ജനറേഷനിലായതുകൊണ്ടായിരിക്കും രണ്ടുപേർക്കും ഒരേ വൈബാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹിച്ചതിലും നമ്മൾ നമ്മളിപ്പോ ഡ്രീം ലൈഫിന്റെ അതൊക്കെ മേലെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. നമ്മൾ ആഗ്രഹിച്ചുള്ളതെല്ലാം കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്കാണ് കൂടുതൽ ദേഷ്യം പിടിക്കുന്നത്? ഇതായിരിക്കുന്നു. ഭയങ്കര ദേഷ്യം. എൻ്റെ പൊന്നേ, മൂക്കത്തശുണ്ടി. പക്ഷെ ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും. ഇവന് ഭയങ്കര ദേഷ്യം കേട്ടോ. നിങ്ങൾ ദേഷ്യം കണ്ടെങ്കിൽ സത്യം പറയല്ലോ. മറ്റേ ഫഹദ് ഫാസിലിന്റെ ഒരു സൈക്കോപ്പടം ഇല്ലേ, അതുപോലെ ഇവൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞുണ്ടല്ലോ
സാധാരണ എല്ലാവരും ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കത്തില്ലേ, ഇവനൊന്നും മിണ്ടത്തില്ല. ഇങ്ങനെ പ്രേതങ്ങളെ പോലെ, ഇങ്ങനെ ഇംഗ്ലീഷ് സിനിമയിലെ പ്രേതങ്ങളെ പോലെ ഇതുപോലെ കണ്ണെന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് അടുത്ത് വന്നിട്ട് നിൽക്കും. ദേഷ്യം വരുമ്പോൾ ഞാൻ വെച്ചാൽ ഇവനെന്ത് സൈക്കോയോ. എനിക്ക് ചിരി വരാത്തതാണ് മാറില്ല, ചിരി വരാത്തത്. സത്യം പറഞ്ഞാൽ എന്നെ പേടിപ്പിക്കാൻ നോക്കും ചേട്ടോ. എനിക്ക് ദേഷ്യപ്പെട്ടാലും എനിക്ക് ചിരിയാ വരുന്നത്. പക്ഷെ എനിക്ക് പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് കഴിയും. നെഞ്ചത്തടുത്ത് കഴിയോ ഇവിടെ കരയുന്നൊരു വീഡിയോ ഞാൻ എടുത്തിടുന്നതായിരിക്കും. ഞാൻ വന്ന് ചിരിക്കാണ്, കരയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് റൊമാൻറ്റിക് സിംഗം? റൊമാൻസ് പഠിക്കണമെങ്കിൽ ഇവന്റെ അടുത്ത് പോയാൽ മതി കേട്ടോ, പഠിപ്പിച്ചു തരും. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് വേഗം കരയുക? ഇപ്പൊ കരയോ? പിച്ചല്ലേ? ഞാൻ അങ്ങനെ ഭയങ്കര ഒന്നും പറയണോ, ഇങ്ങനെ ഒന്ന് നോക്കിയാ മതി. പേടിച്ച് മുള്ളിവിടും. മുള്ളിട്ടുണ്ട് ഇല്ല, മുള്ളിട്ടൊന്നും ഇല്ല. ഞാൻ ഭയങ്കര സെൻസിറ്റീവാ. എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ കൂടെ ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാർ എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കരി. എനിക്ക് അത്ര ഭയങ്കര കരച്ചിലെൻ്റെ പെണ്ണിൻ്റെ അറ്റത്ത് നിൽക്കുക. ഞാൻ നെക്സ്റ്റ്, ഫുഡ് ആക്കാൻ അറിയുന്നത് ആർക്കാണ്? എവിടെ? എനിക്കാണ് ഗൈസ്. ഫുഡ് ഇവനൊന്നും അറിയത്തില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ചിക്കൻ കറി ഉണ്ടാക്കി തന്ന, ഇവിടെ പോലും കഴിച്ചിട്ടില്ല അതുപോലത്തെ ഫുഡ്. അതന്നെ എവിടെ കഴിക്കാനാ, അതുപോലെ ഉണ്ടാക്കി തരും. എവിടെയും കിട്ടിയിട്ടില്ല. കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഉണ്ടാക്കുന്നതിന് ഞാൻ അല്ലെങ്കിൽ ഫുഡ് കിട്ടൂല. ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷെ നമ്മൾ അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. തട്ടിക്കൂട്ട് ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, തട്ടിക്കൂട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നു, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേബി വേഗം എന്ന് ഉള്ള ആർക്കാണ് ആഗ്രഹം? ഞങ്ങളുടെ കുട്ടികളെ മതി, കഴിഞ്ഞിട്ട് മതി എന്നാണ് ഞങ്ങൾ അതേപ്പറ്റി സംസാരിക്കാതെ കൂടിയില്ല. ഞങ്ങളിങ്ങനെ ജീവിച്ച് പൊക്കോണ്ടേയിരിക്കട്ടെ. അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചിട്ട് കൂടിയില്ല. ഇപ്പൊ ഒരു ആരെങ്കിലും കമന്റ് വരുമ്പോഴാണ് ഞങ്ങൾ നോക്കുന്നത്, നമ്മള് കണ്ടിട്ടുണ്ട്. ബോയ് ആണോ ഗേൾ ആണോ ഇഷ്ടം? ബോയ് ആണോ ഗേൾ ആണോന്ന് വെച്ചാല് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുമ്പോഴത്തേക്കല്ലേ നമ്മളെ ബോയ് വേണോ ഗേൾ വേണോ, ഞങ്ങൾ അതിനെപ്പറ്റി ഇന്നുവരെ ഞങ്ങൾ അതിനെപ്പറ്റി സാധാരണ ലവേഴ്സ് എങ്കിലും സംസാരിക്കും. ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കട്ടേ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോപ്പിംഗ് ആർക്കാണ് ഇഷ്ടം? എനിക്കല്ല ഇവനെ ഇഷ്ടം, ഇവനല്ല എനിക്ക് ഇഷ്ടം. വേറൊന്നുമില്ല, ജസ്റ്റ് ഡ്രസ്സൊക്കെ എടുക്കുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ലിപ്സ്റ്റിക്ക് അത്രേ ഉള്ളൂ, ലിപ്സ്റ്റിക്കാണ് മെയിൻ. ഇപ്പൊ ഷോപ്പിൽ നിന്ന് മേടിച്ചില്ല, അവരടുത്ത് സ്റ്റോക്ക് ഇല്ലാന്ന് പറയുമ്പോ നമ്മൾ ഇവിടുന്ന് കൊണ്ട് കൊടുക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്ക എന്താണ് വീഡിയോസ് ഒന്നും കൂടുതലായി പറയാത്തത്, കൂടുതലായിട്ട് ആക്റ്റീവ് ആവാത്തത്? ഞാൻ ആക്റ്റീവ് ആണ്, അത് എന്റെ ഭാഗം വരുമ്പോ ഇവിടെ കട്ട് ചെയ്തിടുന്നതാണ്, അതാണ് മെയിൻ പ്രശ്നം. ആക്റ്റീവ് അല്ലെന്നോ? ഈ ക്യാമറ ഓഫ് ചെയ്തിട്ട് വീട്ടിൽ വന്നോ ഇങ്ങനെ എന്റെ പോലെ 24 മണി ഇങ്ങനെ ആൾക്ക് ഇങ്ങനെ ചൊറഞ്ഞ് ഈ മാക്സിമം ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ലോ, ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കത്തില്ല, ചൊറഞ്ഞ് എനിക്കിങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എന്നെ ഇങ്ങനെ ഞാൻ കിച്ചണിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ചില ആൾക്കാരുണ്ടല്ലോ ഒന്ന് വന്നിരുന്ന് സംസാരിച്ചില്ല, ഇവനൊന്നും അറിയത്തില്ലല്ലോ ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുമല്ലോ. അപ്പം ഞാൻ പറയും, ഞാൻ ഹെൽപ്പ് ചെയ്യണ്ട, നീ പൊക്കോ, നീ പോയി അവിടെ ഫോണും കൊണ്ടിരുന്നോ. കാരണം അവിടെ നിന്ന് ഇങ്ങനെ ചൊറഞ്ഞ് കൊച്ചു പിള്ളേർ കാണിക്കുന്ന കണക്ക് വന്ന് ബാക്ക് വന്ന് ചൊറഞ്ഞ് ഞാൻ എത്ര റൊമാൻറ്റിക് ഒന്നും അല്ലല്ലോ. പുള്ളിക്കാരൻ വലിയ വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്നിട്ട് മറ്റേ ബാക്കിൽ കൂടെ കഴിഞ്ഞ വന്നിട്ട് റൊമാൻറ്റിക്കിന് എന്താന്ന് തന്നെ അറിയില്ല. ഈ മോൻ നോക്കിട്ട് എങ്ങനെ റൊമാൻറ്റിക് കാണിച്ചുതരാം സംഭവം. പിന്നെ ആർക്കാണ് വാശി?
ദേ വെക്ക്. എനിക്ക് വാശി നല്ല വാശിയാണ്. നല്ല വാശി എന്ന് പറഞ്ഞാൽ നല്ല വാശി. പെമ്പിളാരെ വാശി വാശി പോയി എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ട് അത് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വാശിയാണ്. എങ്ങനെ വാശിയാണ് ഇങ്ങനെ? ഒരു കാര്യം ഇപ്പൊ എന്തെങ്കിലും നമ്മളിപ്പോ ഇവിടെ ഞാൻ പറഞ്ഞ പോണ്ട അവിടെ പോയിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞാൽ വാശിക്ക് പോയി വന്നിട്ടായിരിക്കും ഇവിടെ പറയാം പോണ്ടായിരുന്നു. എത്ര പ്രാവശ്യം എന്നറിയാം, എത്ര പ്രാവശ്യം എണ്ണി ഞാൻ പറയണ സ്ഥലം പറഞ്ഞാൽ നമുക്ക് മാനക്കേടാ. എത്ര സ്ഥലങ്ങള്. എടുത്തത് ആരാണ് മോഡേണായി നടക്കാൻ ഇഷ്ടം? എനിക്കല്ലാതെ വേറെ ഇറക്ക് എപ്പോഴും മോഡേണായിട്ട് നടുക്കും ബച്ചനെ. എപ്പോഴും നമ്മൾ ഫ്രീക്കിലെടുക്ക എപ്പോഴും ഇങ്ങനെ ട്രെൻഡിങ്ങിൽ എന്താണോ ട്രെൻഡിങ്ങിലുള്ള അതുപോലെ നടക്കാൻ ഇഷ്ടം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടുപേരുടെയും ഗുഡ് ക്വാളിറ്റി ആൻഡ് ബാഡ് ക്വാളിറ്റി. എനിക്ക് ഗുഡ് ക്വാളിറ്റി ഉണ്ട്, ബാഡ് ക്വാളിറ്റി ഇല്ല. ഗുഡ് ക്വാളിറ്റി ഞാൻ ഇവന്റെ ഒരു ബാഡ് ക്വാളിറ്റി പറയാം. അത് ഞാൻ ഇവനോട് ഞാൻ സ്ഥിരം പറയുന്നൊരു സ്വഭാവമാണ്. പറയട്ടെ പറയും ഞാന് പറയട്ടെ ഒന്നുമില്ല പറയാൻ. ബാഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനവും ഇല്ല. ഉണ്ട്. എന്ത്? എന്തുവാ? അല്ല, റീൽസ് അയച്ചു തരും. ഫുൾ ടൈം റീൽസ് അയച്ചുകൊണ്ടിരിക്കും. നല്ലതുണ്ട് അയച്ചു കൊടുക്കണ്ടേ നമ്മള്? നല്ലതല്ല, വേറെ ആർക്കെങ്കിലും ഒക്കെ അയക്കാനുള്ളത് ജിമ്മിന്റെ ഒക്കെ എനിക്ക് അയച്ചു തരും. അതല്ലല്ലോ, അതല്ല, എനിക്കൊന്നും പറയാനില്ല. ബാഡ് ക്വാളിറ്റി എന്ന് പറയാൻ ഇവിടെ എത്ര തപ്പി പിടിച്ചാലും അത് കിട്ടാൻ പോകുന്നില്ല. എന്റെ അടുത്ത് ഒരു ബാഡ് ക്വാളിറ്റി ഇല്ല, എനിക്ക് പറയാം, അത് അവർക്ക് പറയാ. അല്ലല്ല, ഒരെണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ നിൽക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഇവന്റെ വിചാരം അത് കണ്ടിട്ട് ഞാൻ പേടിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിയായിരുന്നത്. അതെന്ത് ബാഡ് ക്വാളിറ്റി വന്ന്? ബാഡ് ക്വാളിറ്റി അല്ലേ? ബാഡ് ക്വാളിറ്റി നീ പറ. സ്വഭാവം കൊള്ളൂല. അതൊന്നും നിന്റെ സ്വഭാവം കൊള്ളൂല, എനിക്കിഷ്ടല്ല. നീ പറ. ഒരു കാര്യം പറഞ്ഞാൽ ശരിക്കും മടിയാ. ഓക്കെ, നീ പറ. ഇവനെ എനിക്കിഷ്ടല്ല, ഇവനനുസരിക്കൂല കേട്ടോ. അങ്ങനെ നാളും പറഞ്ഞിട്ട് നീ പണിയണ്ട. നീ പറ. പണിയില്ല, പറയാനൊന്നുമില്ല. നിന്റെ ഗുഡ് ക്വാളിറ്റി പറ. ഗുഡ് ക്വാളിറ്റി പറ. നിന്റെ ഗുഡ് ക്വാളിറ്റി, ഇവന്റെ ഗുഡ് ക്വാളിറ്റി. എന്റെ ഗുഡ് ക്വാളിറ്റി ഞാൻ തന്നെ പറഞ്ഞു. ഞാൻ പറയാം. സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞാല് നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഫുഡ് ചില ഫുഡിന്റെ തന്നെ ആണെങ്കിലും വേറെ എന്താണെങ്കിലും നമ്മൾ ഒരാളോട് ഒരു അഭിപ്രായം ചോദിക്കുമല്ലോ. അപ്പം നമ്മൾ പറയാം, ആ കൊള്ളാൻ കുഴപ്പമില്ലാന്ന് അറിയത്തില്ലേ, കൊള്ളത്തില്ലെങ്കിലും നമ്മൾ പറയത്തില്ലേ, കുഴപ്പമില്ലാന്ന് അറിയത്തില്ലേ. പക്ഷെ ഇത് അങ്ങനല്ല, തുറന്നടിച്ച പോലെ പറയും, കൊള്ളത്തില്ല എന്ന് തന്നെ പറയും കേട്ടോ. നമുക്ക് ഫീലിങ്സ് എന്തോ ഇല്ലോ നോക്കത്തില്ല. അത് ഞാൻ ഏത് ഹോട്ടലിൽ പോയാലും ഞാൻ ഉണ്ടാക്കിയ ഫുഡാണെങ്കിലും ഞാനിങ്ങനെ ഞെട്ടും. എനിക്ക് നാളെ എന്നോട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാകും, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് കൊള്ളത്തില്ല നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് പറയും. അപ്പോൾ അവൻ പറയും കൊള്ളത്തില്ല തന്നെ പറയും. അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര ഹോട്ടലിൽ ഞാൻ അടിയുണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ക്വാളിറ്റി പറ. കുട്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാലേ ഇത് നല്ല ക്വാളിറ്റിയാണോ കുട്ടിയത്? അതിന് തപ്പി എടുക്കട്ടെ. നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ? നല്ല ക്വാളിറ്റി ഓർമ്മയില്ലേടാ. ഇവിടെ മൊത്തത്തിൽ അടിപൊളിയാണ്. അങ്ങനൊന്നും വെക്കണ്ട. ഒരെണ്ണം പറ. എല്ലാരും കേക്കട്ടെ. നല്ല ക്വാളിറ്റി എന്ന് പറയാനായിട്ട് എന്താ ഉള്ളത്? നിനക്ക് എല്ലാം ക്വാളിറ്റി ആണല്ലോ പറഞ്ഞത്, അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പറ. ഇപ്പൊ ക്വാളിറ്റി പറയണം. എന്റെ ക്വാളിറ്റി പാവാണോ? തങ്കക്കൂടാണ്. നല്ല ക്വാളിറ്റി തന്നെയാണ്, അത് അടിപൊളി തന്നെ, സെറ്റാ. നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടിയാലും നമ്മള് നല്ല ഇതിൽ പോവുള്ളൂ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിഫോർ ആഫ്റ്റർ മാരേജ് അത് നമ്മൾ കണ്ടില്ലേ? ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കേട്ടോ. സമാധാനമായി. ഓ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഡെയിലി കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്ന ഒരേ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് തട്ടമിടാത്തതിനെ പറ്റിയിട്ടാണ്, പിന്നെ ഒന്ന് ഏജ് ഡിഫറൻസ്, പിന്നെ എല്ലാവർക്കും അറിയണം നിനക്ക് ജോലിയില്ലേ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിനക്ക് എല്ലാവർക്കും അറിയണം നിനക്ക് ജോലിയില്ല എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ അടിച്ചു വിളിച്ച് നടക്കുന്നുണ്ട് നിനക്ക് ജോലിയില്ല. ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ അടിച്ചു വിളിച്ച് നടക്കുന്നത്. ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ഞാൻ എന്റെ ചെലവിൽ അടിച്ചു പൊളിച്ചു പഠിക്കും, ആരൊന്നും ചോദിച്ചില്ലല്ലോ. പിന്നെ കുറെ ആൾക്കാർ നെഗറ്റീവ് കമന്റും പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ ഉണ്ട്. അത് അവരവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാണ്ട് മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടുന്നത് ഒരു കാര്യമില്ല. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ആദ്യം തീർക്കാൻ പഠിക്കുക, എന്നിട്ടാവുമ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. എങ്ങനെ തോന്നുന്നു ഇങ്ങനെ ബാക്കിയുള്ളവർ ഇങ്ങനെ നമ്മള് സന്തോഷത്തിൽ ജീവിക്കുന്നത് കാണാൻ ഇഷ്ടമല്ലാത്ത? നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചാൽ മതി, എന്തിനാണ് മറ്റുള്ളവരെ നോക്കുന്ന ആവശ്യം? ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എങ്ങനെ തോന്നുന്നു ഇവർക്ക്? അതിപ്പോ ആരായാലും നാട്ടുകാരായാലും കുടുംബക്കാരായാലും നമ്മള് ഹാപ്പിയായിട്ട് ജീവിക്കുമ്പോഴുണ്ടല്ലോ അവർക്ക് എങ്ങനെ തോന്നുന്നു ഞാൻ ചിന്തിക്കുന്നത്. അവര് ഹാപ്പി അല്ലേ, അവര് ഹാപ്പിയായിട്ട് ജീവിക്കുന്നില്ലേ, അവര് സന്തോഷിച്ച് ജീവിക്കുന്നില്ല എന്ന് ആലോചിച്ചിട്ട് നമ്മളൊക്കെ അങ്ങനെയാണ്. ഞങ്ങൾ ആരും ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും ഞങ്ങൾ ആരും വരുന്നൊന്നുമില്ല. അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുകൊണ്ട് ഞാൻ ഒരാളടുത്ത് പോവാറുമില്ല, എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല. ഇപ്പൊ ആര് ചോദിച്ചാലും പറഞ്ഞാലും ശരി. പിന്നെ കുറെ നെഗറ്റീവ് അടിച്ചിട്ടും വരുന്നുണ്ട്, എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യം. എന്തിനാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയോ, നമ്മള് നാളെ ഉണ്ടാവും അറിയത്തില്ല. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരും നമ്മള് നല്ലത് ഒരിക്കലും നമ്മൾ എത്രയൊക്കെ അവർക്ക് നല്ലത് ചെയ്യുന്നു പറഞ്ഞാലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരും നമ്മളെ നല്ലത് പറയത്തില്ല. നമ്മൾ മരിക്കണം, നമ്മൾ മരിക്കുകയാണെങ്കിലും നമ്മളെ പറ്റി നല്ലത് പറയും. കാരണം അങ്ങനെയാണ് സൊസൈറ്റി. ഇനിയിപ്പം ഞാൻ എങ്ങനെയൊക്കെ നടന്നോളാണ്, ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയൊക്കെ നടന്നെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ആരും നല്ലത് പറയില്ല. കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പറയും, ഓ അവൻ അങ്ങനെ ആയിരുന്നു, അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ അവൾ നല്ലൊരു മനുഷ്യനായിരുന്നു. അതൊക്കെ കാര്യമില്ല. നമ്മൾ ഇന്ന് നമ്മൾ എന്താണോ അത് പറയണം. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്, നിങ്ങളിപ്പോൾ നല്ല ഹാപ്പിയായിട്ട് ജീവിക്കുന്ന, കല്യാണം കഴിഞ്ഞ് ഇത്രയല്ലേ ആയിട്ടുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അടിച്ച് പിരിയും. അതെ, ഞങ്ങൾ അടിച്ച് പിരിയാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. പക്ഷേ ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്, കുറെ ആൾക്കാർ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് 3-4 പേരുണ്ട്. നമ്മൾ തന്നെ നോട്ടിട്ട് എല്ലാ വീഡിയോയിലും വന്ന് കമന്റ് ഇടുന്ന കുറെ ആൾക്കാരുണ്ട്. കാരണം അവന് ഇഷ്ടമല്ല, ഇവൻ നിങ്ങൾക്കാരും കാണാൻ പറ്റില്ല. കാരണം നമ്മൾ കാണുമ്പോൾ ഇവന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇവനത് ഡിലീറ്റ് ചെയ്യും. കാരണം ഇവനെ ഒരിക്കലും നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം ഇഷ്ടമല്ല. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം. കാരണം നമ്മളത് നമ്മുടെ പ്രൊഫൈലിൽ ഒരു നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ റിമൂവ് ചെയ്യും. കാരണം അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ആൾക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആൾക്കാരെ കാണിച്ചിട്ട് റീച്ച് വേണ്ട ഞങ്ങളുടെ ഫ്രണ്ട്സ് പറയും, നിങ്ങൾ എന്തിനാ ഡിലീറ്റ് ആക്കുന്നത്, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീച്ച് ഉണ്ടല്ലോ. അങ്ങനെ ഒരു റീച്ച് നമുക്ക് വേണ്ട. നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാനിപ്പോ എവിടെ ഷെയർ നമ്മളൊരിക്കലും ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ഇടുക, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടാണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മൾ ഷെയർ ചെയ്തിട്ട് ഇതിന്റെ വീഡിയോ കാണണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇത് കാണാം, ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുക, കാണാം, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു വരുമാനം അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല ചെയ്യുന്നത്. നമുക്കൊരു എന്റർടൈൻമെന്റ് അത്ര അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചു, അങ്ങനെ ഉള്ളൂ. നമുക്ക് കുറച്ച് ഫ്രണ്ട്സ്, ഇതിനകത്ത് കുറച്ച് ഫ്രണ്ട്സ്, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സിന് നമുക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുമുണ്ട്. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ Q&A ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ഇനി നെക്സ്റ്റ് വീഡിയോയില് എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ടൈം കിട്ടുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, അതാണ്. ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണ്ടേ. പിന്നെ പ്രാങ്ക് വീഡിയോ ആരാ ഇട്ടത് പ്രാങ്ക് വീഡിയോ എന്താ ഫുള്ള് ഇതാണ്. അത് പറയണോ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അത് ഫുള്ള് എല്ലാരും പറഞ്ഞു പ്രാങ്ക് വീഡിയോ നമ്മള് അറിഞ്ഞോണ്ടിട്ടതാണെന്നൊക്കെ. അതെ, ഒരിക്കലും ഞാൻ അറിഞ്ഞോണ്ടിട്ടതല്ല. അറിഞ്ഞോണ്ടിട്ടതാണെങ്കിൽ ഒരിക്കലും അഭിനയമാണെന്നൊക്കെ. എന്റെ പൊന്നെ, എനിക്ക് അന്നത്തെ അവസ്ഥ ചിന്തിക്കാൻ പോലും വയ്യ. കാരണം ഇവൻ ഒരിക്കലും ഇന്ന് വരെ ഇവൻ എന്നെ മുഖത്ത് നോക്കിയിട്ട്, കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, എൻ്റെ ഡ്രീമാണ് ഇന്നപോലെ സിനിമയിൽ അഭിനയിക്കണം, സിനിമയിൽ നടിയാവണം. അങ്ങനെ ഞാൻ ഇപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ഞാനിപ്പം ഒരു 4-5 മൂവി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത്
അപ്പൊ പെട്ടെന്ന് നീ സിനിമ നിർത്തി പോവാൻ പറയുമ്പോ ഞാൻ അതാണ് എനിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യണം. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണേ. എനിക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. താനും ഞാൻ ഇവൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കും. കാരണം ഞാൻ ഒന്നും ഇല്ലാന്ന് പറയത്തില്ല. അങ്ങനെ ഞാൻ ശീലിച്ചു പോയതുകൊണ്ടാണ്. പക്ഷെ ഇവൻ ഒരിക്കലും അങ്ങനെ പറയുന്ന ഞാൻ വിചാരിച്ചില്ല. കാരണം ഇവൻ എന്നോട് പറഞ്ഞ എന്താ, ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് എന്നോട് പറഞ്ഞത്, ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിലും അല്ല ഞാൻ പോയില്ലെങ്കിലും നിന്നെ ഞാൻ വിടും. കാരണം എന്നെ ഇങ്ങനെ കാണണം, എന്നെ ഇങ്ങനെ ഒരാളായിട്ട് ഒരു നിനക്ക് നിൻ്റെതായിട്ടുള്ള നിന്നെ അറിയപ്പെട്ട് കാണണം എന്നുള്ളത് ഇവൻ്റെ ഒരു ഡ്രീമാണ്. ഞാൻ എങ്ങനെയും നന്നാവണം എന്നുള്ളത് ഇവൻ്റെ ഒരു ഡ്രീമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇവൻ്റെ വായിന്ന് അങ്ങനത്തെ ഒരു പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഞാൻ ഒരുപാട് ഇതായിപ്പോയി. അല്ലാണ്ട് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞ് ചെയ്തതല്ല. അങ്ങനെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പാളിപ്പോയത് അപ്പം തന്നെ. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മളിപ്പോൾ ബൈ. ബൈ.